റേ മെൻഡോസ, അലക്സ് ഗാർലാൻഡ് ഇവർ രണ്ടുപേരും ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ വാർഫെയർ തിയേറ്ററിൽ റിലീസായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്തായാലും റിലീസായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഐമാക്സിലാണ് കണ്ടത്. അത് ഐമാക്സിൽ കണ്ടു എന്നുള്ളത് എനിക്കൊരു ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതൊരു നല്ല കാഴ്ച അനുഭവം നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അങ്ങനൊരു സ്ക്രീനിൽ കണ്ടിട്ട് നമ്മൾ ആ സിനിമയെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ദി ഹേർട്ട് ലോക്കർ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് റിലീസായതാണ്. ഓസ്കാർ കിട്ടി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഞാൻ മുമ്പ് ഈ സിനിമകളുടെ ഒരു സജഷൻ വീഡിയോ ചെയ്ത സമയത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതായത് ഈ പട്ടാളക്കാർ ഒരു സ്ഥലത്ത് പെട്ടുപോയി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സ്ട്രഗിളും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷൻസിനെ എല്ലാം ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നതെന്ന് കാണിച്ചു തരുന്ന അതിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്ന സിനിമകളിലൊന്നാണത്. ആ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ നാട്ടിലെ പട്ടാള സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പട്ടാളക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു നായകനുണ്ടാവും, ഒരു നായക സ്ഥാനത്ത് നിർത്തുന്ന ആളുണ്ടാവും. ഇയാൾക്ക് ചിലപ്പോൾ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ഒരു പ്രാരാബ്ദവും പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് ഈ പ്രാരാബ്ദം കൂടി കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് സെൻറ്റിമെൻറ്റ്സ് വർക്കാവുന്നത്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇവർ ഇറാഖിലൊരു സ്ഥലത്ത് ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവർ ക്യാമ്പ് ചെയ്തിരിക്കുന്ന വീടിന് ചുറ്റും തീവ്രവാദികൾ വളയുന്നു. അവരങ്ങോട്ടേക്ക് ആക്രമണം അഴിച്ചുവിടുന്നു. വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്ന സഹപ്രവർത്തകർ, അവരുടെ കരച്ചിൽ, നിലവിളി, ബോംബിങ്. ഇതിലെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമയാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു ബോംബ് പൊട്ടാം, എപ്പോൾ വേണമെങ്കിലും ഒരു വെടി കൊള്ളാം, ആരെങ്കിലും വീഴാം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. പക്ഷേ ഇത് യാതൊരു തരത്തിലും ഇമാജിൻ ചെയ്യാത്തൊരു സാധനം വന്ന് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. അതങ്ങ് പൊട്ടിക്കഴിയുമ്പോണ്ടല്ലോ അയ്യോ എന്ന് പറയുന്ന ആ ഒരു സാധനം അത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത്രയധികം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയിൽ അത് അത്രയും സർപ്രൈസിങ് ആയി വന്ന് ലാൻഡ് ആവുക എന്ന് പറയുന്നത്, ഇത് റിയലാണ്, റിയൽ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം കഥാപാത്രങ്ങളെയും കൊണ്ടുവരുന്നുണ്ട്. ഒറിജിനൽ ആളുകളെയും നമ്മളെ കാണിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു വൻ പരിപാടി ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആർട്ടാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം ഭയങ്കര രസമായിട്ട് ഈ ഒറിജിനൽ സാധനങ്ങളുടെ ഫോട്ടോസ് കാണിക്കുമ്പോഴാണ് ഇവരെത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് ഇവരുടെയൊക്കെ ഇമോഷൻസ്, ടെൻഷൻസ് ഇതെല്ലാം നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന, നമ്മളെയും ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ഇങ്ങനത്തെ സിനിമകൾ കണ്ടെന്തിനാ ടെൻഷൻ ആവണമെന്ന്. അതൊരു സിനിമ അനുഭവമാണ്. നമുക്കെന്തായാലും ആ ജീവിതം ജീവിക്കാൻ പറ്റില്ല. ആ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരാൽ ബാക്കിയുള്ളവർ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആ ജീവിതം ജീവിച്ച് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഒരു സിനിമ കണ്ടിട്ടും നമുക്ക് മറ്റൊരു ജീവിതത്തിന് അടുത്തറിയാൻ പറ്റും. അവരനുഭവിച്ച് അവർ കടന്നു പോയിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കണ്ട് റെസ്പെക്റ്റോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കി തരുന്നുണ്ട് ഈ സിനിമയെ. ഗംഭീരമായിട്ട് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നു, അതിഗംഭീരമായിട്ട് സൗണ്ടിങ് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആശംസയായിട്ട് നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ ഈ സിനിമ കാണുന്നത് തിയേറ്ററിലാണെങ്കിൽ, പറ്റുകയാണെങ്കിൽ ഐമാക്സിൽ തന്നെ കാണുക. ഇത് തിയേറ്ററിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ തിയേറ്ററിൽ നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന ആളുകളും ആ സിനിമയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാവുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. ഇന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരാളുടെ മാത്രം പഴയ നോക്കിയുടെ റിംഗ് ടോൺ അടിച്ചായിരുന്നു ഒരു പ്രാവശ്യം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരും സംസാരമൊന്നുമില്ല, എല്ലാവരും. കാര്യം ഇത് സൈലൻസിന് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു പടമാണ്. വളരെ സൈലൻ്റ് ആയിരുന്ന് അത് ദൂരെ എവിടെയോ വെടിപൊട്ടുന്ന സൗണ്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേൾക്കും. ഇത് ക്രിയേറ്റ് ചെയ്യുന്നൊരു ആംബിയൻസ് ഉണ്ട്. അപ്പോൾ ആ ആംബിയൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. അങ്ങനെ സിനിമയെ റെസ്പെക്റ്റ് ചെയ്ത് കാണുന്ന ആളുകൾക്കൊപ്പം ഇരുന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാം പരമ്പരാഗത കഥയെല്ലാം പറഞ്ഞിട്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കുകയല്ല. ആ പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ ഹെൽപ്ലെസ്നെസ് നമുക്ക് മനസ്സിലാവും. കൂടെയുള്ള ഒരാൾ ജീവന് വേണ്ടി കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് അത് ഡീൽ ചെയ്യുന്ന ആൾ കടന്നു പോകുന്ന പെയിനും നമുക്ക് ഫീൽ ചെയ്യും. എല്ലാം ഭയങ്കര രസമായിട്ട് അവർ ഒരു ചെറിയ സെഗ്മെൻറ്റാണ്. കുറച്ച് ആളുകളുടെ അവരുടെ ഈ പറയുന്ന ഇറാഖിലെ യുദ്ധവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഇടയിൽ നടന്ന ഒരു ചെറിയ കഷ്ണം മാത്രമാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഇത് ഇന്ന സ്ഥലത്ത് കൃത്യമായി തുടങ്ങുന്ന ഇങ്ങനെ അവസാനിക്കുന്ന എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലല്ല അവർ വന്നിരിക്കുന്നത്. അവരിവിടെ എത്തി, ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അവരെന്നിട്ട് പോയി. എന്നെ സംബന്ധിച്ചൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റേ ആദ്യമധ്യാന്തങ്ങളൊക്കെ ഉള്ള കഥ കാണണം, നായകനെ കാണണം, നായികയെ കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ കുറ്റം പറയില്ല കേട്ടോ. അങ്ങനത്തെ സിനിമ ടേസ്റ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഹേർട്ട് ലോക്കർ സജസ്റ്റ് ചെയ്യുന്നത്. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. വേണേൽ ഒരു സാമ്പിളായിട്ട് അത് കണ്ടു നോക്കൂ. പക്ഷേ അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യരുത് കേട്ടോ. അതെന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ഗംഭീര സിനിമകളിലൊന്നാണ്. ഇതും ഒട്ടും മോശമാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ
പട്ടാളക്കാർ അവരൊരു സ്ഥലത്ത് പെട്ടുപോകുന്നു, അതിനുശേഷം അവർ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നത്, അതിൻ്റെ സ്ട്രഗിള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള, നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്ന സിനിമയാണ് വാർഫെയർ. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കിതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.